പേജ് നമ്പർ 184 എടുക്കുക. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് മിസ്സിസ് ഗീത ഈസ് കമ്പ്യൂട്ടഡ് അറ്റ് 4,86,500 ബിഫോർ ചാർജിങ് ദി ഫോളോയിങ്. ശ്രദ്ധിക്കണം, ഇവിടെ എന്താണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ദ ഫോളോയിങ്. ബിഫോർ ചാർജിങ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞ ഐറ്റംസ്, താഴെ പറഞ്ഞ ഐറ്റംസ് ഒന്നും ഈ നെറ്റ് പ്രോഫിറ്റിൽ വന്നിട്ടില്ല. നെറ്റ് പ്രോഫിറ്റിൽ ഈ താഴെ പറഞ്ഞ ഐറ്റംസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇനി നമ്മൾ ശരിക്കുള്ള നെറ്റ് പ്രോഫിറ്റ് കാണുമ്പോൾ പണ്ട് ചെയ്ത പോലെ ഡിസ്അലൗഡ് എക്സ്പെൻസ് ആഡ് ചെയ്യണോ വേണ്ടത്? എന്താ വേണ്ടതെന്ന് പറഞ്ഞേ? ഇനി നമ്മൾ നോക്കേണ്ടത് ഡിസ്അലൗഡ് എക്സ്പെൻസ് ആഡ് ചെയ്യല്ല വേണ്ടത്. നമ്മൾ അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രമേ ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണ്ടോ, അലൗഡ് ആയിട്ടുള്ള ഇൻകംസ് ആഡ് ചെയ്യുവാണ് വേണ്ടത്. ശ്രദ്ധിക്കണം, മുമ്പ് ചെയ്തിരുന്ന പ്രോബ്ലംസ് ഒക്കെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ആയിരുന്നു. ആഫ്റ്റർ ചാർജിങ് ദി ഫോളോയിങ് ഐറ്റംസ് ആയിരുന്നു. ആഫ്റ്റർ ചാർജിങ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ നെറ്റ് പ്രോഫിറ്റിൽ താഴെ പറയണ എല്ലാ ഐറ്റംസും P&L അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ദി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ താഴെ പറയണ ഒരു ഐറ്റം എന്തിൽ വന്നിട്ടില്ല? ഈ നെറ്റ് പ്രോഫിറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ ശരിക്കുള്ള ബിസിനസ്സിൻ്റേതായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ശരിക്കും ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് എന്താണോ അത് മാത്രം കുറയ്ക്കുക, അലൗഡ് എക്സ്പെൻസ് കുറയ്ക്കുക അല്ലേ? പ്രോഫിറ്റിൽ നിന്ന് അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസ് കുറച്ചാലല്ലേ ശരിക്കുള്ള പ്രോഫിറ്റ് കിട്ടുക. അലൗഡ് എക്സ്പെൻസ് കുറയ്ക്കുക, അലൗഡ് ആയിട്ടുള്ള ഇൻകം ആഡ് ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പോൾ ഒരു ഐറ്റം എടുത്ത് നോക്കാം. ഇൻകം ടാക്സ് പെയ്ഡ് 40,000 ആൻഡ് വെൽത്ത് ടാക്സ് പെയ്ഡ് 10,000. അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണോ? ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണോ? അല്ല. നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട, ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട. രണ്ടാമത്തെ ഐറ്റം ഓഫീസ് എക്സ്പെൻസ്. ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണോ? ആണ്. ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്, നമ്മൾ കുറയ്ക്കണം. അപ്പോൾ അവിടെ എന്താ നിങ്ങൾ എഴുതേണ്ടത്? അലൗഡ് എക്സ്പെൻസ് ലെസ്. അലൗഡ് എക്സ്പെൻസ് ചെയ്താൽ മൈനസ് ചിഹ്നം ഇടാം. മൂന്നാമത്തെ ഐറ്റം ഡൊണേഷൻ ടു ചാരിറ്റബിൾ ട്രസ്റ്റ്. ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണോ? അല്ല. ഒന്നും ചെയ്യണ്ട, ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട. അടുത്തത് പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ടു എ കമ്പനി. അത് അലൗഡ് ആണ്. അത് മനസ്സിലാവണമെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയൂ? പണ്ട് ഒരു ബിസിനസ് എക്സ്പെൻസ് റിസർച്ചിന് വേണ്ടിയിട്ട് ചിലവാക്കണ കാര്യങ്ങൾ പേജ് 174 എടുത്തേ. 174 എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പറയേണ്ടത് ആ 7 പോയിന്റ് നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ടതാണ്. 7 പോയിന്റ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദി അസസി ഫുൾ 100% അലവ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 100% അലവ് ചെയ്യും. പക്ഷേ ലാൻഡ് എക്സ്ക്ലൂഡിങ് ലാൻഡിന് വേണ്ടിയിട്ട് കാശ് ചിലവാക്കിയ അത് എടുക്കാൻ പറ്റില്ല. അതായത് ഒരു ബിസിനസ്സുകാരനെ അയാളുടെ ബിസിനസ് ഉയർത്താൻ വേണ്ടിയിട്ട്, ബിസിനസ്സിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാം. അങ്ങനെ റിസർച്ച് ചെയ്യാൻ അയാൾക്ക് കാശ് ചിലവായി കഴിഞ്ഞാൽ 100% എമൗണ്ടും എന്ത് ചെയ്യാം? അയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതാ പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എല്ലാം 100% ക്ലെയിം ചെയ്യാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലാൻഡ് ഒഴുക്കിയൊക്കെ ക്ലെയിം ചെയ്യാം. അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷന് അയാൾ 1,00,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ 150% അയാൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ 1,50,000 രൂപ അയാൾക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്. താഴെ പറഞ്ഞതൊക്കെ അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്. സം പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ടു കമ്പനി 100% അലൗ ചെയ്യണ എക്സ്പെൻസ് ആണ്. സോഷ്യൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് 100% അലൗ ചെയ്യാൻ പറ്റും. നാഷണൽ ലബോറട്ടറി ഓർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതിന് 150% പറ്റും. ഇൻഹൗസ് റിസർച്ച് ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൽ തന്നെ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? 150% അലൗ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ്? പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ടു എ കമ്പനി 100% അലൗ ചെയ്യാൻ പറ്റും. 1,00,000 രൂപ. അടുത്ത ഐറ്റം ഡിപ്രീസിയേഷൻ അലൗ ചെയ്യാൻ പറ്റുമോ? ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണോ? ആണ്. അപ്പോൾ എന്താണ്? അലൗഡ് എക്സ്പെൻസ് എഴുതുക, ലെസ് ചെയ്യുക. അലൗഡ് എക്സ്പെൻസ് ലെസ് ചെയ്യുക. അഡ്വർടൈസ്മെന്റ് വെറും അഡ്വർടൈസ്മെന്റ് അലൗ ചെയ്യാം, ലെസ് ചെയ്യാം. അഡ്വർടൈസ്മെന്റ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സൊവനീറാണ് ഡിസലൗഡ് എക്സ്പെൻസ്. പിന്നെ അഡ്വർടൈസ്മെന്റ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 10,000 മേലെയാണെങ്കിൽ ഡിസലൗഡാ. ഇൻ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല, വെറും അഡ്വർടൈസ്മെന്റ് ആണ്. അലൗ ചെയ്യാൻ പറ്റും, ലെസ് ചെയ്യാൻ പറ്റും. ഓക്കെ. കമ്പ്യൂട്ട് ബിസിനസ് ഇൻകം. അപ്പം നിങ്ങൾ എന്താ വേണ്ടത്? ടേബിൾ വരയ്ക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം എന്ന് പറയുക.
ടേബിളിൽ നെറ്റ് പ്രോഫിറ്റ് എഴുതുക, ലെസ് ഓഫീസ് എക്സ്പെൻസ്, സയൻറ്റിഫിക് റിസർച്ച്, ഡിപ്രീസിയേഷൻ, അഡ്വർടൈസിങ്.